US കേസിലെ ആരോപണങ്ങൾ നിഷേധിച്ച് അദാനി ഗ്രൂപ്പ്. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസും SCയും ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. സുതാര്യതയും ഭരണപരമായി ഉയർന്ന ഗുണനിലവാരവും പുലർത്താൻ പ്രതിജ്ഞാബദ്ധമാണെന്നും അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കുന്നു. ബൽറാം നെടുങ്ങാടി നൽകും കൂടുതൽ വിവരങ്ങൾ ഡൽഹിയിൽ നിന്നും. ബൽറാം, ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദാനി ഗ്രൂപ്പിന്റെ വിശദീകരണമാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് ഇതിൽ കമ്പനി പറയുന്ന കാര്യങ്ങൾ? ഈ കേസിൽ ഒരു അടിസ്ഥാനവുമില്ല എന്നാണോ? പ്രജിൻ, നേരത്തെ തന്നെ ഈ ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട പ്രതിരോധത്തിലായിരുന്നു അദാനി ഗ്രൂപ്പ്. ആ ഘട്ടത്തിൽ നൽകിയ വിശദീകരണത്തിന് സമാനമായ ഒരു വിശദീകരണം തന്നെയാണ് അദാനി ഗ്രൂപ്പ് ഈ വിഷയത്തിലും നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് US മാധ്യമങ്ങൾ നൽകിയ വാർത്ത എന്നുള്ളത് US അദാനിക്കും ഒപ്പം തന്നെ കമ്പനിക്കും ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട മറ്റ് 6 പേർക്ക് എതിരെ കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ ഇത്തരത്തിൽ കൈക്കൂലി നൽകി എന്ന US ഏജൻസികളുടെ റിപ്പോർട്ടിനെ, അത്തരത്തിലുള്ള ആരോപണങ്ങളെ തങ്ങൾ നിഷേധിക്കുന്നു എന്നും അത് അടിസ്ഥാനരഹിതമാണ് എന്നുമുള്ള പ്രതികരണമാണ് അദാനി ഗ്രൂപ്പ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കമ്പനി സുതാര്യത ഉറപ്പാക്കാനും ഭരണപരമായി അത്യുന്നത നിലവാരം പുലർത്താനും പ്രതിജ്ഞാബദ്ധമാണ് എന്നുമാണ് അദാനി ഗ്രൂപ്പിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ. നേരത്തെ ഹിൻഡൻബർഗ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുയർന്ന ആരോപണങ്ങൾക്കും സമാനമായ പ്രതികരണം തന്നെയായിരുന്നു അദാനി ഗ്രൂപ്പ് നൽകിയിരുന്നത്. അതേസമയം ഈ വിഷയത്തിൽ അദാനി ഗ്രൂപ്പിനെതിരെ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉയരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാണ് അദാനി ഗ്രൂപ്പിന് സംരക്ഷണം നൽകുന്നത് എന്നും വിഷയത്തിൽ CBI അന്വേഷണം വേണമെന്നുമുള്ള ആവശ്യമാണ് ഇടതു പാർട്ടികൾ ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം JPC അന്വേഷണം വേണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. പ്രജിത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.